ഞാനൊരു ന്യൂസ് ചാനൽ നിൽക്കുമ്പോൾ ഇപ്പം ധ്യാൻ എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിലും ധ്യാനെതിരെ ന്യൂസ് വന്നാൽ അത് ന്യൂസ് ജെന്യൂനാണ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പത്രപ്രവർത്തന. അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഒത്തിരി പേര് എന്നോടുമായിട്ട് ഇപ്പോൾ സഹകരിക്കാത്ത ആൾക്കാരുണ്ട്, എന്നോട് സംസാരിക്കാത്ത ആളുകളുണ്ട്. അച്ഛനോട് അമ്മ പറയായിരുന്നു ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളും പറച്ചിലൊന്നും വേണ്ട, ഇതിന് ആൾക്കാരെ വെറുപ്പ് സമ്പാദിക്കുന്നത്. പക്ഷെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഭയങ്കര പ്രഷർ ഉള്ളതുകൊണ്ടാണ് എവിടെയും ഓടിയെത്തണം, അതൊന്നും ആരും കാണുന്നില്ല. എല്ലാവരും നമ്മൾ കാണുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ മൈക്കും ഇതും പിടിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്നു, ഇപ്പൊ കളിയാക്കി മാപ്രാന്ന് വിളിക്കുന്നു. ഇവരുടെയൊക്കെ ഒരു ദൈനംദിന ഡേ ടു ഡേ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും കഠിനമല്ലേ? ഇതൊരു ജോലിയാണെന്നും ഇതിന്റെ ഈ ജോലിയുടെ ഭാഗമായിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവൊന്നും പലർക്കും ഇല്ല. ഇത്രയും വർഷം ഈ പല പല ചാനലുകൾ പല പല ഉഴത്തി നിൽക്കുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? അങ്ങനെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇതൊക്കെ അവിടെ കിട്ടിയ ഞാനിത് അറിയണമെന്ന് എന്നെ അറിയിക്കണം, ഞാൻ ജനങ്ങളെ അറിയിക്കണം. സാർ കയറി വരുന്ന സമയത്ത് ഹൈദർ മാറൂ എന്തോ ഒരു സാധനം പറഞ്ഞു. പിന്നെ ഒരു എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഹൈദർ പിന്നെ എനിക്ക് വയ്യ ഹൈദർ പറഞ്ഞു. ഇനി അടുത്ത സിനിമയിൽ ഞാനൊരു സീൻ നിനക്ക് എഴുതും കേട്ടോ. ദൈവം എന്റെ 2 മക്കളാണ് സത്യം പറഞ്ഞത്. അതിനുശേഷമാണ് എന്റെ അച്ഛൻ കിടപ്പിലായിട്ട്. പലരും കാണുന്ന സ്ഥലത്ത് എന്തെന്നറിയാമോ, ലാലേട്ടൻ ഹൈദർ മാറൂ. ലാലേട്ടൻ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ പറയുന്നത് നടന്ന സംഭവമാണ്. ആസ് എൻ അഡ്വക്കേറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറെ പേര് വന്നിട്ട് അങ്ങ് ഭരിക്കുകയാണല്ലോ ഇൻഡസ്ട്രി, നെപ്പോക്കിറ്റ്സ് മാത്രമല്ല. അത് പോരാ, ഏട്ടൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് ബേസിൽ വന്നു അൽഫോൺസ് ഏട്ടൻ വരുന്നു, അല്ലെങ്കിൽ ഏട്ടൻ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അഭിനവ് മുകുന്ദനുണ്ണിയുടെ ആൾ വന്നു, ജൂഡിനോട് മിഥുന് വന്നു. ഇതൊരു വലിയൊരു സൗഹൃദ വലയമാണ്. ഇതിൽ നിന്ന് ഏട്ടൻ്റെ കൂടെ വന്നു, അച്ഛൻ്റെ കൂടെ വന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെ ഒരു നല്ല കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്നോട് എന്ത് ചോദ്യം ചോദിക്കുന്നു അതിനുള്ള മറുപടിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടന്റായി മാറുകയാണ് ചെയ്തത്. സ്വന്തം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പുറത്തേ പറഞ്ഞില്ല. ആദ്യമായിട്ട് ഇവിടെ പറയണ അച്ഛൻ്റെ ശ്രീനിവാസന്റെ പേരിലുള്ള കമ്പനി ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പറയാണ് അച്ഛൻ്റെ. കാരണം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ഉജ്ജ്വലൻ സിനിമ ഉജ്ജ്വലമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു. ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇന്ന് ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടി നോക്കി. ഞാനും സോഹനും സതീഷും ഉസ്മാനും ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് പോലും ലഭിച്ചില്ല. കാരണം ഞങ്ങൾ കൊച്ചിയിൽ എല്ലാ സ്ഥലത്തും ടിക്കറ്റ് നോക്കി. അത്രയും നന്നായിട്ട് ഇന്ന് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ സാധാരണ ഈ ലാപ്ടോപ്പിന് മുമ്പിൽ വെച്ചാണ് റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പം റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ മൊബൈലിൽ നോക്കാറുണ്ട്. ഞാൻ പേപ്പറിൽ ഇതുപോലെ നമസ്കാരം ഞാൻ ഇതുപോലെ പേപ്പറിലും എഴുതി വെക്കും കേട്ടോ. പേപ്പറിലും പോയിന്റുകൾ എഴുതി ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇടാറുണ്ട്. അപ്പം ധ്യാൻ കഴിഞ്ഞ ദിവസം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു വാർത്ത പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ട്? എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞ ലാപ്ടോപ്പ് വർക്കാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ലൈറ്റ് വെളിച്ചം വരാറില്ല. ഞാൻ തെറ്റുപറ്റിപ്പോയി. ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ എന്തൊക്കെയോ എഴുതി വന്നിട്ടുണ്ട്. $16 മില്യൺ പൈസ വന്നു. എത്രയാണ്? 16 മില്യൺ വ്യൂസ് ഉണ്ട് നമുക്ക് ഒരു ചാനലിൽ തന്നെ. ഒരു ചാനൽ തന്നെ അത്രയുണ്ട്. നമുക്കിത് ഞാൻ ഇതെല്ലാം ഞാനൊന്ന് ബോധ്യപ്പെടുത്തണം. ഇത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ചാനലിലേക്ക് വേണ്ടോ? ഇതെല്ലാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എത്ര ഉണ്ടെന്ന് ഒന്ന് ഞാനൊന്ന് എണ്ണണം. 1 2 3 4 5 6 7 8 ഇനിയും പോവാണേ. 9 10 11 12 ആണ് പോകാനുള്ള. 13 14 15 16 യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് ഓർത്തിരിക്കല്ലോ 16. അവിടെയും തുടങ്ങുവാണല്ലേ? 16 യൂട്യൂബ് ചാനലുണ്ട്. ശരിയാണ്. ലാപ്ടോപ്പ് വർക്കിംഗ് ആണ്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നേരിട്ട് അറിയാനും അത് ബോധ്യപ്പെടുത്താനും വേണ്ടി എന്നെ വിളിച്ച് ഇവിടെ വരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിനിമ ഹിറ്റായതിന്റെ ഒരു സന്തോഷം ഓഫീസിലേക്ക് വന്നു. ആദ്യമായിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. നമ്മൾ തമ്മിൽ ഇത്രയും വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും സൗഹൃദം ഉണ്ടെങ്കിലും ആദ്യമായിട്ട് പുതിയ ഓഫീസിൽ വരുന്നു.
ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കണ്ടല്ലോ അല്ലേ? ഇതൊക്കെ സ്വന്തം അവിടെ കിട്ടിയ ഇതൊക്കെ എന്താണ്? ഹൈദരലിക്ക് കിട്ടിയുള്ള പുരസ്കാരങ്ങളാണ്, കണ്ടില്ലേ? ഓഹോ, ഇത് ഹൈദരലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരിക്കലല്ല, ഇത് ധ്യാൻ ഇത് അറിയണമെന്ന്. എന്നെ അറിയിക്കാൻ അറിയണം, ഞാൻ അറിയാം. ഞാൻ ജനങ്ങളെ അറിയിക്കണം. ഓഡിയൻസ് ഒരുപാട് പുരസ്കാരങ്ങൾ അല്ലേ എടുത്ത ഇത് അന്ന കാലത്തൊട്ടുള്ള എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. 2011 കണ്ടില്ലേ സൂര്യ ടിവിയിലുള്ള കാലത്ത്. ഇതില് മറ്റേ നമ്മുടെ രഞ്ജിത്തേട്ടന്റെ ഇന്ന് ഇവിടെ ആരോ ചോദിച്ചു, ഇവിടെ ആരോ വന്നപ്പോ ചോദിച്ചു. ആ ഫോട്ടോയിലേക്കൊന്ന് പാൻ ചെയ്യണം, നോക്കൂ അല്ലേ? അത് ഇൻസെർട്ട് ചെയ്ത് നമ്മൾ ഇൻസെർട്ട് ചെയ്യണേ. അങ്ങനെയാണ്. പക്ഷെ ധ്യാനെ ഇത് ഞാൻ തമാശ രീതിക്കല്ല, അത് എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് ഒരു ഇതുണ്ടായി എന്ന് പറയണല്ലോ. തമാശയാണ്, ലാപ്ടോപ്പ് വർക്കിംഗ് അല്ലെന്ന്. അതപ്പോ അതിന്റെ ഇടയിൽ വന്ന കമന്റ്, അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് വർക്കിംഗ് അല്ലെന്നേ, അത് ചുമ്മാ വെച്ചേക്ക് വന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ലാപ്ടോപ്പ് പൊക്കി കാണിച്ചു തരാം. ലാപ്ടോപ്പ് വർക്കിംഗ് ആണ് ഗൈസ്. ഇവിടെ കാണുന്ന വ്യൂസ് എല്ലാം താഴെ എഴുതി വന്നിട്ടുണ്ട്. താഴെ സൈഡിൽ ചാനൽ ഇതുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ ഇവർക്ക് വരുന്ന റവന്യൂ അല്ല ED അടക്കം ഇൻകം ടാക്സിന്റെ റെയ്ഡും ഒക്കെ ഇത് തുടർന്ന് വരണം. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. പലരുടെയും ജീവിതം ഈ മേശപ്പുറത്താണ് ഇരുന്നിട്ടാണ് പലരെയും കേരളത്തിലുള്ള ഒരു ഒട്ടനവധി ആൾക്കാർ ഭയക്കുന്ന, പേടിക്കുന്ന, പലരുടെയും പേടി സ്വപ്നം അല്ലേ? എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ തിരിച്ചു ഇങ്ങോട്ട് ചോദിക്കും, ഇത്രയും വർഷം ഈ പല പല ചാനലുകൾ പല പല ഉഴത്തി നിൽക്കുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? എനിക്ക് അഭിമാനമാണ്. ഞാനൊരു ക്യാമറാമാനായിട്ട് ബേസിക്കലി തുടങ്ങിയാണ്, വെറും ക്യാമറാമാനായിട്ട് തുടങ്ങിയാണ്. എനിക്ക് സിനിമ മോഹിയായിരുന്നു. തീർച്ചയായിട്ടും. എനിക്ക് കേബിൾ TV-യിൽ ഒരു ന്യൂസ് ചാനൽ തുടങ്ങി, ഇടുക്കി ജില്ലയിൽ ആദ്യം ന്യൂസ് ചാനൽ തുടങ്ങി ജീവിതം ആരംഭിച്ചു. അന്നൊക്കെ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു. പിന്നീട് ആ ചാനലിൽ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യ വിഷൻ 2003 തുടങ്ങുമ്പോൾ എനിക്ക് ജോലി കിട്ടുന്നു. അന്നും ക്യാമറാമാനായിട്ട് 22 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലും നൊട്ടോറിയസ് ആയിരുന്നു, ഒരു കാലത്ത് ഭീകരവാദിയായിരുന്നു അല്ലേ? ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ എന്റെ അറിവില് മലയാള ചരിത്രത്തിൽ അല്ലേ, ജേർണലിസ്റ്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അല്ല, എനിക്കൊരു ആഗ്രഹമായിരുന്നു, പത്രപ്രവർത്തനമുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ മെയിൻ സ്ട്രീം മറ്റേ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് പിന്നീട് ഡിജിറ്റലിലേക്കുള്ള ഒരു മാറ്റത്തിനുള്ള കാര്യം? അവിടെ സാമ്പത്തികം അതല്ല, സാമ്പത്തികം ഇനി സോഷ്യൽ, നമ്മുടെ മൊബൈലിന്റെ വിരൽത്തുമ്പിലാണ് ഇപ്പോൾ ന്യൂസുകളെല്ലാം ഇരിക്കുന്നത്. നമ്മളിപ്പം ധ്യാനിപ്പം ന്യൂസ് ചാനൽ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്, അത്യാവശ്യം കാണും. സമയം കിട്ടുമ്പോൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ മൊബൈലിലല്ല കാണുന്നത്. അപ്പൊ മൊബൈലിലാണ്. അത് ഡിജിറ്റലിന്റെ ഒരു വലിയ വളർച്ചയായിരുന്നു. ആ വളർച്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഡിജിറ്റലിലേക്ക് ഇറങ്ങുന്നതും. അതിറങ്ങി ഇപ്പോൾ നല്ലൊരു ഫ്രെയിം എനിക്ക് കിട്ടിയതും ഡിജിറ്റലിൽ വന്നപ്പോഴാണ്. ഇന്ത്യ വിഷനിൽ നിന്നും വന്നിട്ട് റിപ്പോർട്ടർ TV ആണ് എന്നെ വളർത്തിയത്. നികേഷ് കുമാറാണ് എന്നെ വളർത്തിയത്. എനിക്ക് സിനിമാ മേഖലയിലേക്കുള്ള ഒരു പടി തുറന്നു തന്നത് നികേഷ് സാറായിരുന്നു. ശേഷം വെള്ളിത്തിര എന്നൊരു പ്രോഗ്രാം 1500-2000 എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. സിനിമയുണ്ട്. റിപ്പോർട്ടറായിട്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും റിപ്പോർട്ടിങ്ങിനാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലാപ്ടോപ്പ് എടുത്ത് വെച്ച് ഓൺ ചെയ്തിട്ട് ന്യൂസുകൾ പറയുന്നത്. എനിക്ക് അന്നും ഇന്നും അത് തന്നെയാണ് താല്പര്യം. പക്ഷെ പിന്നീട് സിനിമാ മേഖലയിലേക്ക് പോയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ ചോദിക്കുന്നത് അന്നത്തേക്കാളും എന്റെ ഒരു സംശയം, ഒരു മാധ്യമപ്രവർത്തന ഞാൻ ചോദിക്കുക, അന്നൊക്കെ ഈ ടാർഗറ്റുകളും ഒരു ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ TRP അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. ഇന്നും ഡിജിറ്റലിലും ഉണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പൊ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണോ? 100%. മറ്റേ രാവിലെ 5 മണിക്ക് ഡ്യൂട്ടി 5 മണിക്ക് 4:45 ഓഫീസിലെത്തണം, പഞ്ച് ചെയ്യണം, കയറണം. കറക്റ്റ് 5 മണിക്ക് കയറാൻ 2 മണിക്ക് ഇറങ്ങാം നമുക്ക്. അപ്പം ശരിക്കും മാധ്യമം, കാരണം പലരും എല്ലാവരും നമ്മൾ കാണുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ മൈക്കും ഇതും പിടിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്നു, ഇപ്പൊ കളിയാക്കി മാപ്രാന്ന് വിളിക്കുന്നു. ഇവരുടെയൊക്കെ ഒരു ദൈനംദിന ഡേ ടു ഡേ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും കഠിനമല്ലേ? 100%. അതായത് ഞാൻ ഈ മെയിൻ സാറ്റലൈറ്റിലേക്കും ഇപ്പോഴാണ് കൂടുതൽ മത്സരം വന്നത്. ഇന്ത്യ വിഷൻ തുടങ്ങുമ്പോൾ അങ്ങനെ മത്സരങ്ങളില്ലായിരുന്നു. ഇപ്പോഴാണ് ന്യൂസ് ചാനലുകൾ ഇല്ലായിരുന്നു. 24 മണിക്കൂർ ന്യൂസ് ചാനൽ ഇന്ത്യ വിഷനാണല്ലോ കാണിച്ചു കൊടുത്തത്. അന്നും നമുക്ക് ഉണ്ട്. അന്നൊക്കെ കാസറ്റാണ്. നമ്മളിത് അയക്കാൻ പറ്റില്ല. നമ്മൾ KSRTC ബസ്സിൽ പോയി നിന്നിട്ട് അവിടെ ഒരു കവറിൽ എഴുതി കൊടുത്തു വിടണം. അത് ചിലപ്പോൾ പറയും നമ്മൾ പെട്രോൾ പമ്പ്, കൊച്ചി എറണാകുളം പെട്രോൾ പമ്പ്. എത്ര നേരം പല സ്ഥലത്തുകളിലും എത്രയോ നേരം വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലേ? അയ്യോ, എത്രയോ സ്ഥലങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പീരുമേട് ഒരു ബസ് അപകടം ഉണ്ടായപ്പോൾ 5 മണിക്ക് ബസ് അപകടം ഉണ്ടായിരുന്നു. ആ സാധനം വാർത്തയിൽ വരുന്നത് വൈകുന്നേരം, വിഷ്വൽ വരുന്നത് വൈകുന്നേരമാണ്. അന്നൊക്കെ ഉള്ള കഷ്ടം. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ മൊബൈലിലെടുത്ത് അയച്ചാലും കിട്ടും. പക്ഷേ ഈ മാധ്യമപ്രവർത്തകരുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ കഷ്ടപ്പാടുകൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരാട്ടോ. ഇപ്പൊ ഡിജിറ്റൽ എന്ന് അതൊന്നും വിഷയമല്ല. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം പ്രഷർ വരും. ഡെസ്കിൽ നിന്നാണ് പ്രഷർ വരുന്നത്. അവൻ ആദ്യം ബ്രേക്കിംഗ് കൊടുത്തു, നീ എവിടെയായിരുന്നു? നമ്മളോട് ഓടി എത്താൻ പോലും സമയം കിട്ടില്ല. ഏത് രാത്രി കിടന്നുറങ്ങിയാലും
ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടിക്കും ആളുകൾ ഇടുന്നുണ്ട്. പണ്ടത്തെ നൈറ്റ് ഡ്യൂട്ടിക്കല്ല, എല്ലാവരും ഒന്ന് തന്നെ ചെയ്യുവാണ്. എവിടെ പോയാലും വീട്ടിൽ നിന്നാണെങ്കിലും ഇറങ്ങി ഓടിപ്പോകേണ്ട ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളും ഒരുപാട് ഒത്തിരി സംഭവങ്ങൾ. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും അവൾ തിരിച്ചു വരുന്നാലും ആട്ടും തുപ്പും മാത്രമാണെന്ന് ആലോചിച്ച് വിഷമിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിഷമം ഉണ്ടായിട്ടില്ല. അങ്ങനെ വിഷമം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നേ പണി നിർത്തി പോകണം, അങ്ങനെ ഒരു വിഷമം ഉണ്ടല്ലോ. അതായത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും വർഷം 100%. എനിക്കിപ്പോ 54 വയസ്സായല്ലോ. ഈ മെയ് 30 എന്റെ ബർത്ത്ഡേ ആണ്. 55 വയസ്സിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇപ്പോഴും ഞാൻ ആ ചുറുകൂർക്കോട് ഓടുന്ന ഇതിലുള്ളൊരു പ്രിയം നമുക്കുണ്ട്. നമ്മൾ ഇരുന്ന് പോയാൽ പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മടിയില്ല. മാധ്യമപ്രവർത്തകരെല്ലാം എല്ലാ മാധ്യമപ്രവർത്തകരും ഓടുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരു മത്സരമുണ്ട്. അപ്പൊ വാർത്തകൾ തെറ്റിപ്പോകാറുണ്ട്. പെട്ടെന്ന് വാർത്തകൾ തെറ്റിപ്പോകും. നമ്മൾ പെട്ടെന്ന് ഇൻഫർമേഷൻ എടുക്കാനുള്ള വൈകുമ്പോൾ ചാനൽ വേറെ ചാനൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ മൊബൈൽ നോക്കും, ആ ചാനലിൽ എത്ര പേരാ, എന്താണ് അപകടം, എത്ര പേർക്ക് പ്രശ്നമുണ്ടെന്ന് നമ്മൾ അതിൽ നിന്ന് ഒരാളെ കൂടെ എണ്ണം കൂട്ടി കൊടുക്കുവാണ് മാധ്യമപ്രവർത്തകർ. അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ അനുഭവം എനിക്ക് ശബരിമല ദുരന്തത്തിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ തമിഴ് ചാനലിൽ വരെ ടെലി കൊടുത്തിട്ടുണ്ട്. സൺ ടി വിയിലാണ്, സൂര്യ ടി വിയിലാണ്. അപ്പൊ ഞാനവിടെ പോകുമ്പോൾ അപകടം ഉണ്ടായപ്പോൾ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 പേരെ 25. അപ്പൊ ഞാൻ തൊടുപുഴയിൽ നിന്നാണ് യാത്ര ചെയ്യേണ്ടത്. പീരുമേട് പുല്ലുമേടിലെത്തണം. ആ പോകുന്ന വഴിക്ക് ഞാൻ ചാനൽ നോക്കും. അന്നൊന്നും ഇത്രയും നെറ്റ്വർക്ക് ഒന്നും ഇല്ല, BSNL ഒക്കെ ഉള്ളൂ. അവിടെ നിന്ന് നോക്കി ഇങ്ങനെയൊക്കെ പോയി നമ്മൾ എടുത്തു കൊടുത്തിട്ട് നമ്മൾ പറയുന്ന മരണസംഖ്യയിലേക്ക് എത്തുവാണ്. ചില സമയത്ത് എത്തിയില്ലെങ്കിൽ നമ്മൾ വഴി കേൾക്കും. ഡെസ്കിൽ നിന്നുള്ള പ്രഷർ മാധ്യമപ്രവർത്തകർക്ക് വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകർ, ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഭയങ്കര പ്രഷർ ഉള്ളതുകൊണ്ടാണ് എവിടെയും ഓടിയെത്തണം. അതൊന്നും ആരും കാണുന്നില്ല. ഞാൻ ഇത് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അതാരും ചോദിക്കാത്ത കാര്യങ്ങളാണ്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മള് പ്രസ് മീറ്റിന് വരുമ്പോഴും ഇവരൊക്കെ വളരെ നേരത്തെ ഒക്കെ വന്നിട്ട് ചില സമയത്തൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ 5 മണി എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആൾക്കാരൊക്കെ വരുമ്പോൾ 7 മണിയും 8 മണിയും അവർക്ക് അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ കുടുംബമുണ്ട്, തിരിച്ച് വീടെത്തണം. ഇതൊക്കെ വിട്ടിട്ട് കുടുംബവും വീടും എല്ലാം വിട്ടിട്ട് ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആരും പറയാത്തതും, അല്ലെങ്കിൽ എനിക്ക് 1-2 ദിലീപേട്ടന്റെ ഒരു സിനിമയിൽ മാത്രമാണ് ആദ്യം സിനിമയിൽ മാത്രമാണ് അതിനെ കുറിച്ച്. പക്ഷെ അല്ലാതെ എപ്പോഴും മാധ്യമപ്രവർത്തകരെ ആൾക്കാർ കാണുന്നത് കുത്തിത്തിരിപ്പിന്റെ ആൾക്കാരായിട്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരും ഇതൊരു ജോലിയാണെന്നും ഇതിന്റെ ഈ ജോലിയുടെ ഭാഗമായിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവൊന്നും പലർക്കും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ, TRP, ടാർഗറ്റ്, ഇതെല്ലാ ജോലിയും പോലെയും എല്ലാ ജോലിക്കുള്ള ഒരു എന്താ പറയണ്ടേ ഒരു അന്തസ്സുണ്ടെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോഴും പലരും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രവേഴ്ഷ്യലാണ് പലപ്പോഴും പല ചോദ്യങ്ങളും. കുത്തിത്തിരിപ്പിന്റെ ആശാന എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പക്ഷെ എനിക്കറിയാവുന്ന ഹൈദരലി വളരെ സരസനും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, സൗഹൃദം ഒരുപാട് കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളോടൊക്കെ എന്താ പറയുക നമ്മളൊരു മുത്തജേഷനെ പോലെ കാണുന്ന, നമ്മളൊരു നിരന്തരം സംവാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമകളിൽ. അപ്പൊ ആൾക്കാർ കുത്തിത്തിരിപ്പെന്നും ഈ കോൺട്രവേഴ്ഷ്യൽ ആളെന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ജോലിയുടെ ഭാഗമായിട്ടല്ലേ? നിങ്ങൾ അങ്ങനെ ഒരാളല്ലാന്ന് എനിക്കറിയാം. 100% നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ല ആൻസർ കിട്ടുന്നത്. നമ്മൾ മനസ്സിൽ ആ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഓർത്തു പോകുന്ന ചില ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും, വേണമെങ്കിൽ ആൻസർ പറയാതെ ഒഴിവാകാം. ഇപ്പം ഞാൻ അടുത്ത് ചോദ്യം ചോദിച്ചാൽ ഞാൻ ആൻസർ പറയാതെ ഒഴിവാക്കാം. നമ്മൾ പറഞ്ഞേ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ആൻസർ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നത് മാത്രമല്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ മനഃപൂർവ്വം പോകുന്നതല്ല. പക്ഷെ ചോദ്യം അപ്പോഴൊക്കെ ആ സമയങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എന്നിൽ കൂടുതലുണ്ടായത് എൻ്റെ ഫാമിലിക്കായിരിക്കും, എൻ്റെ വൈഫിനായിരിക്കും, എൻ്റെ മക്കൾക്കായിരിക്കും. കാരണം ഒരു പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഒരു പ്രസ് മീറ്റിൽ സ്വാഭാവികമായിട്ടും എന്ത് തരം ചോദ്യങ്ങളും വരാം. അതിനാണല്ലോ പ്രസ് മീറ്റ് വിളിക്കുന്നത്. അങ്ങനെയുള്ള പ്രസ് മീറ്റുകളിൽ അത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനാണല്ലോ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ. അവിടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതിന് ഉത്തരം കൊടുക്കേണ്ടതാണ് അവരുടെ മര്യാദ, അല്ലേ? അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ ഇനി കുറച്ച് ഈ കോൺട്രവേഴ്ഷ്യൽ ആയപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് പേര് വെറുപ്പ് സമ്പാദിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടോ ഇനി ഞാൻ കുറച്ച് ഇതായിട്ട് കോൺട്രവേഴ്സി വേണ്ട, ഇതിൽ നിന്നൊക്കെ മാറി വരാം? പക്ഷെ അപ്പോഴും നിരന്തരമായിട്ട് കറക്റ്റ് കാച്ചിക്കുറുക്കിയ പോലെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് മാനസികമായിട്ട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇനിയിപ്പോ? എന്റെ അച്ഛനോട് അമ്മ പറയായിരുന്നു, ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളും പറച്ചിലൊന്നും വേണ്ട, എന്തിനാ ആൾക്കാരെ വെറുപ്പ് സമ്പാദിക്കുന്നത്? പക്ഷെ നിങ്ങളത് കൃത്യമായി നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്താന്ന് എനിക്കറിയാം. അല്ലാതെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ആളല്ലാന്നും എനിക്കറിയാം. അതുകൊണ്ട് ചോദിക്കുക. അല്ല, വീട്ടിൽ നിന്നും അങ്ങനെ ഒരു സമ്മർദ്ദം എനിക്ക് ഉണ്ടായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്തിനാണ് ഇവരോട് ഇങ്ങനെ മുഷിപ്പിക്കലുണ്ടാക്കുന്നത് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഞാനൊരു ന്യൂസ് ചാനൽ നിൽക്കുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിലും
ധ്യാനെതിരെ ന്യൂസ് വന്നാൽ അത് ന്യൂസ് ജെന്യൂൻ ആണ് ഈ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പത്രപ്രവർത്തന. അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഒത്തിരി പേര് എന്നോടുമായിട്ട് ഇപ്പോൾ സഹകരിക്കാത്ത ആൾക്കാരുണ്ട്, എന്നോട് സംസാരിക്കാത്ത ആളുകളുണ്ട്. അവർ പ്രസ് മീറ്റ് വിളിച്ചാൽ ഞാൻ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനവിടെ പോകാറില്ല, വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്തിനാന്ന് എനിക്കിപ്പോഴും ആയിട്ട് ഞാൻ എൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസിയുമായിട്ട് നാളുകളായിട്ട് വഴക്കുണ്ടായിരുന്ന ആളായിരുന്നു അല്ലേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും, മറുപടി തരുമെങ്കിൽ നമുക്ക് തുടരാം. അപ്പോൾ ശ്രീനാഥ് ഭാസി, നിങ്ങൾ നിങ്ങളുടെ പണിയാണ് ചെയ്യുന്നത്, നിങ്ങൾ ചോദിച്ചോ എതിർക്കാം, ഞാൻ അതിനകത്ത് ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഞാൻ അതിൽ നിന്ന് മാറി. ഒരു തിരിച്ചറിവ് ശ്രീനാഥ് ഭാസിക്ക് ഉണ്ടായി, എനിക്കും ഉണ്ടായി. ശ്രീനാഥ് ഭാസിയായിട്ട് അത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്കും, നമ്മൾ ശ്രീനാഥ് ഭാസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞില്ല ബേസിക്കലി നല്ല ഒരുത്തനാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും നിങ്ങൾ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നല്ല മനുഷ്യനാണെന്ന് ഞാൻ ഷൈനും അതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പം അതൊക്കെ ഞാൻ മാറി എന്നുള്ള ഒരു മാറ്റമാണ്, ഒരു ജീവിതത്തിലുള്ള മാറ്റമാണ്, അത് മാറിയിട്ടുണ്ട്. നേരത്തെ ചോദിച്ചതിന് ആൻസർ അങ്ങനെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പൻ എന്നുള്ള പേര് സമ്പാദിക്കുന്നത്? പക്ഷെ ചോദിക്കാതെ ഇരിക്കാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല, അത് പോണില്ല. അതെ, അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു മാധ്യമപ്രവർത്തനത്തിലേക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു സാധാരണ വീഡിയോഗ്രാഫറായിട്ട് ജീവിതം തുടങ്ങിയ ഒരാളാണ്. ഞാൻ ഈ നിലയിലെത്തിയെങ്കിൽ എൻ്റെ ഒരു അധ്വാനം കൊണ്ടാണ്. എനിക്കാരും കൈപിടിച്ച് ഉയർത്തിയിട്ടില്ല മാധ്യമപ്രവർത്തനം. എന്നെ കൈപിടിച്ച് ഉയർത്തിയെന്ന് പറഞ്ഞാൽ നികേഷ് കുമാർ സാറ് തന്നെയാണ്. വേറെ ആരുടെയും പേര് എനിക്ക് പറയാൻ എൻ്റെ ജീവിതത്തില്ല. പിന്നെ ഉള്ളത് PK പ്രകാശ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനം മാധ്യമത്തിൽ എൻ്റെ ഓൺലൈൻ ഞാൻ നാട്ടിൽ ന്യൂസ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന പുള്ളിയാണ്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന മരിച്ചുപോയ എൻ്റെ ബെന്നി എന്ന് പറഞ്ഞു. ഞങ്ങളാണ് അവിടെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങി. അതിലേക്ക് പിന്നെ സലീം കൈപ്പാട് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഇവരൊക്കെയാണ് എനിക്ക് മാതൃകയായിട്ട്. ഇന്ത്യ ഔട്ട്ലെറ്റിനെ ജോലിക്ക് കയറ്റുന്നത് തന്നെ PK പ്രകാശ് പറഞ്ഞിട്ടാണ്. രാജീവ് ചേട്ടനായിരുന്നു അന്ന് എഡിറ്റോറിയൽ ഇരിക്കുന്നത്, മണിലാൽ സാറായിരുന്നു അന്ന് ക്യാമറമാനായിട്ടാണ് തുടങ്ങിയ എൻ്റെ ജീവിതം. എനിക്കിപ്പോഴും ക്യാമറ എടുക്കാനാണ് ഇഷ്ടം. ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്യാനാണ്. എനിക്കതിനകത്ത് ഞാനൊരു ജേർണലിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനമാണെന്ന് ഞാൻ ക്യാമറ എടുക്കാതിരിക്കില്ല. ആളിലേക്ക് ക്യാമറ ഷൂട്ട് ചെയ്യും, ഞാൻ എഡിറ്റ് ചെയ്യും. ഇവിടെ എഡിറ്ററിലേക്ക് ഞാൻ എഡിറ്റിങ്ങിനിരിക്കും. എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ, പലരും ഞാൻ കണ്ടിട്ടുള്ള കുറേ വർഷം മുന്നേ ഉള്ള ഒരു ബൈറ്റാണ്. ആ ബൈറ്റ് എന്ന് വെച്ചാൽ ഒരു വീഡിയോ ക്ലിപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ സാറ് മറ്റേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഉണ്ട് ഒരു ഹോളിഡേ എന്നുള്ള സാധനം. പലരും തെറ്റിദ്ധരിച്ച ഒരു സാധനമാണ്. കാരണം വെച്ചാൽ ലാൽ സാർ കയറി വരുന്ന സമയത്ത് ഹൈദർ മാറൂ എന്തോ ഒരു സാധനം പറഞ്ഞു. പിന്നെ ഒരു എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഹൈദർ പിന്നെ എനിക്ക് വയ്യ ഹൈദർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മോഹൻലാലുമായിട്ട് ഏറ്റവും സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് അല്ലേ? 100% അല്ലെ? ലാൽ സാറുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള ആളാണ്. ആ സൗഹൃദമല്ലേ ആക്ച്വലി ഈ പുള്ളി അന്ന് പറഞ്ഞതൊക്കെ നിങ്ങളുടെ ബന്ധത്തിന്റെ പുറത്താണ്. കാരണം ഇത് കാണുന്ന പലരും വിചാരിക്കുന്നത് ലാൽ സാറിനോട് എന്നുവെച്ചാൽ മോഹൻലാലുമായിട്ട് കഴിഞ്ഞ ദിവസം വരെ, അല്ലെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ഫോണിൽ സംസാരിക്കുന്നതാണ്. എനിക്കറിയാം പേഴ്സണലി. കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റില് ലാൽ സാറുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ കാണുന്നവർക്ക് തോന്നുന്നത് പലരും നിങ്ങളെ ശത്രുവായിട്ട് കാണുന്ന. മോഹൻലാലുമായിട്ടുള്ള സൗഹൃദം ഇത് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുന്ന പോലെ കേൾക്കാൻ ആഗ്രഹിച്ചു. ഭയങ്കര സൗഹൃദമാണ്. കാരണം പലരും കാണുന്ന സ്ഥലത്ത് എന്തെന്നറിയാമോ, ലാലേട്ടൻ ഹൈദർ മാറൂ. ലാലേട്ടൻ പേരെടുത്ത് പറയുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് നിങ്ങൾ. അതെ, എനിക്ക് ലാലേട്ടനുള്ള സൗഹൃദം അതിലേക്ക് എത്താൻ തന്നെ സമീർ റംസ ഒരു കാരണമാണ്, ആന്റണി ചേട്ടൻ ഒരു കാരണമാണ്. ആ സൗഹൃദമാണ് എനിക്ക് ലാലേട്ടനിലേക്ക് അടുക്കുന്നത്. ഞാൻ റിപ്പോർട്ട് ടിവിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ ചോദ്യങ്ങൾ വയ്ക്കും പത്രസമ്മേളനത്തിന് മുമ്പ്. എൻ്റെ ചോദ്യങ്ങളാണ് അവിടെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അടുത്ത ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ചോദിക്കേണ്ടത്, സിദ്ദിഖൊക്കെ ഇരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് എത്തുമ്പോൾ ഹൈദരലിക്ക് കുറേ സിനിമയിൽ അഭിനയിച്ചുള്ള മോനെ ഹൈദരലിക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുക്കും, ഞാൻ പൈസ തന്നേക്കാം. അപ്പം ഞാൻ ആ ശല്യം ഒതുങ്ങുള്ളൂ. ലാലേട്ടൻ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, നടന്ന സംഭവമാണ്. പക്ഷെ ഒരു മെസ്സേജ് അയച്ചാൽ ലാലേട്ടൻ അപ്പം തന്നെ റിപ്ലൈ തരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് സുചിത്രക്കയുടെ ആദ്യത്തെ ഇന്റർവ്യൂ, ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റർവ്യൂക്ക് ചേച്ചിയുടെ ഇന്റർവ്യൂക്ക് ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് എനിക്ക് സമീർ റംസ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്ത്. ലാലേട്ടൻ വിളിച്ചു പറഞ്ഞു, ആന്റണി ചേട്ടൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും വൈകുന്നേരം അതൊന്ന് മാറാൻ വേണ്ടി ചേച്ചി മാക്സിമം നോക്കി, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. രാവിലെ തന്നെ ഞാൻ പിന്നെ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പേര് ശ്രദ്ധിച്ച ഒരു ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞാൽ ലാലേട്ടനുള്ള സൗഹൃദമാണ്. ആ സൗഹൃദം ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ പുറമേ കാണുന്നവരില്ലേ, അവര് പറയുന്നത് വലിഞ്ഞു കയറിപ്പോ. എനിക്കൊന്ന് അമ്മയുടെ ഒരു പരിപാടിക്ക് ഞാൻ ലാലേട്ടന്റെ പുറകിൽ പോയി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ട്രോള് വന്നു. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. ആ ട്രോള് മൊബൈൽ നോക്കാൻ പോലും സമ്മതിക്കില്ല, ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞു. ആ ട്രോൾ അയച്ചു തന്നെ എനിക്ക് ലാലേട്ടനാണ്. ഞാൻ കണ്ടു, ലാലേട്ടൻ എനിക്ക് അയച്ചു തന്നു, ഞാനിത് കണ്ടത്. അപ്പൊ ലാലേട്ടൻ ആസ്വദിക്കുകയാണ്.
അപ്പൊ അത്തരം സൗഹൃദമുള്ള സ്ഥലത്തെ വഴക്കുകൾ ഉണ്ടാവുള്ളൂ, സൗഹൃദമുള്ള സ്ഥലത്തെ പേരെടുത്ത് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ധ്യാന്റെ അടുത്താണ് എനിക്ക് സൗഹൃദം ഉള്ളത്, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയം നമ്മള് വഴക്കിട്ടിട്ടുണ്ട് അത് പ്രസിഡന്റ് വഴക്കുണ്ടായി. അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. കാരണം പലപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ചോദ്യം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടാണ് കൂടുതൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാറ്. അങ്ങനെയും പറയാം. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ഒരു മടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു അതെ, നമ്മള് ഇന്ന് അവസാനം നമ്മളെ നടത്തിയ പ്രസ് മീറ്റിൽ വരെ പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധമുണ്ട്. ശ്രീചേട്ടനുമായിട്ട് എനിക്ക് അത്ര ആത്മബന്ധമുള്ള ആളാണ്. എനിക്ക് ലാലേട്ടനെ പോലെ ശ്രീചേട്ടനുമായിട്ട് എന്നെ വലിയ ഇഷ്ടമാണ്. ശ്രീചേട്ടൻ എന്നുള്ളത് എനിക്ക് സ്വയം അറിയാവുന്നുള്ളത്, ഞാൻ അറിയുമെന്ന് എനിക്ക് സ്വയം അറിയാവുന്നില്ല. എന്നെ അത്രയും കാര്യമാണ്. എൻ്റെ അടുത്ത് അസുഖമൊന്നും ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കും. എവിടെ വെച്ചിട്ടുണ്ടായാലും ഓടി വരും. അന്ന് ശ്രീചേട്ടൻ സീറ്റ് വലിക്കുന്ന സമയത്ത് എനിക്ക് ഒരെണ്ണം തരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പുറത്ത് വരുന്നത് സംസാരിക്കും, കുറേ നേരം സംസാരിക്കും. അത്ര ബന്ധം. എന്നോട് ശ്രീചേട്ടൻ പറഞ്ഞേക്കണ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. ശ്രീചേട്ടൻ കഥകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനില്ല. സത്യൻ ചേട്ടനായിട്ട് കഥകൾ എഴുതുമ്പോഴാണ് ഈ അസുഖം വന്നത്. ഇനി അടുത്ത സിനിമയിൽ ഞാനൊരു സീൻ നിനക്ക് എഴുതും കേട്ടോ. ദൈവം എൻ്റെ 2 മക്കളാണ് സത്യം പറഞ്ഞത്. അതിനുശേഷമാണ് എൻ്റെ അച്ഛൻ കിടപ്പിലായി. അത് ട്രോളിലുള്ള വകയായി. അല്ല, എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത്. എപ്പോൾ പോയാലും ഞാൻ അസുഖം ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. ശ്രീചേട്ടൻ വിളിക്കും, അമ്മയായിട്ട് ഞാൻ സംസാരിക്കും. എന്നെ വലിയ എപ്പോൾ പോയാലും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടേ പോലും. ആ ഗേറ്റ് തുറങ്ങുന്ന ഒരു വിഷയമുള്ളതുകൊണ്ട് വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഓടിക്കയറാൻ പറ്റുള്ളൂ. കോവിഡ് സമയത്ത് കോവിഡിന്റെ ഊർത്തന്നെ അവസ്ഥയിലേക്കുമ്പോൾ ഞാൻ ശ്രീചേട്ടൻ്റെ ഇന്റർവ്യൂ അപ്പോഴും അസുഖത്തിൽ വന്നിരിക്കാം. ഇന്റർവ്യൂ എടുക്കാൻ പോയി. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് തുറക്കൂലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തുറക്കാമെന്ന് തുറന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കാം. അപ്പം ആ വാതക്കൽ ഡോറിൻ്റെ അപ്പുറം ശ്രീചേട്ടൻ ഒരു കസേര ഇട്ട് എനിക്ക് ഇത്രയും ദൂരം അസുഖമാണല്ലോ ആരുമായിട്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ സംശയം. അപ്പം ഞാൻ ലാലേട്ടൻ്റെ പോലെ തന്നെ ശ്രീചേട്ടൻ മമ്മൂക്ക തുറന്നു പറയില്ല എന്നുള്ളൂ. എന്നെ വലിയ കാര്യമാണ്, എനിക്ക് സ്വയം അറിയാവുന്ന ആളാണ്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തോളത്ത് കയറ്റി നടന്നു പോകുമ്പോൾ സംസാരിക്കാൻ. അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അവർക്കൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്നെ വഴക്ക് പറയാം, എന്നെ വേറെ രീതിക്കും ആക്കാം. സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടായിരിക്കും നാട്ടുകാരും വഴക്ക് പറയുന്നത് ചിലപ്പോൾ. അങ്ങനെ ആയാൽ എനിക്ക് സന്തോഷം. ഞാൻ ചോദിക്കും, എനിക്കറിയാവുന്ന ഹൈദരലി എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ശരിക്കും ഹൈദരലി എന്ന മനുഷ്യൻ വളരെ സ്നേഹമുള്ള മനുഷ്യനല്ലേ? 100% എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിക്കാറില്ല. വാർത്ത കിട്ടിയാൽ ഞാൻ പറഞ്ഞില്ല, വാർത്ത കിട്ടിയാൽ ഞാൻ ഇപ്പോഴും കൊടുക്കും. അത് അങ്ങനെ ഒരു സ്പിരിറ്റ് നികേഷ് സാർ പഠിപ്പിച്ചാണ്. വാർത്തയുടെ കാര്യത്തിൽ ആരുമായിട്ടും ഒന്നും അടുപ്പം വെക്കാം. ചോദിക്കുന്ന സ്ഥലത്ത് ചോദിക്കണം. എന്ത് ചീത്തപ്പേര് വന്നാലും നോക്കില്ല, ആരാണെങ്കിലും. നികേഷ് സാർ എന്റെ ട്രോളുകൾ കണ്ടിട്ട് ചിരിക്കാറുണ്ട് ജോലിയുടെ സമയത്ത്. അങ്ങനെ ഉള്ള വിഷയത്തിലുള്ള യാത്ര ചെയ്യുന്നു. എനിക്ക് ഞാനുമായിട്ടുള്ള സൗഹൃദം എന്നും നിലനിന്ന് പോകുന്ന ഒരു സൗഹൃദമാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കണം. ഈ രാത്രി 10 മണിയായപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സൗഹൃദം കൊണ്ടാണ്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ എന്റെ ഇന്റർവ്യൂ ഞാൻ ഈ ഉജ്ജ്വലൻ എന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും കിട്ടിയിട്ടില്ല. ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി വന്ന് റിവ്യൂ ചെയ്തിട്ട് പോയാണ്. ഞാൻ ഇപ്പം കുറച്ചു മുമ്പ് കുറേ റിവ്യൂ എടുത്ത് നോക്കി. എല്ലാവരും പറഞ്ഞൊരു പോയിന്റ് എത്രയാണ്, ഞാൻ ഇത്ര നാൾ ചെയ്തു വെച്ചതിൽ ഒരു നല്ല സിനിമയാണ്, ഞാൻ ഇങ്ങനെ സിനിമകൾ സെലക്ട് ചെയ്താൽ പോരെ എന്നൊരു ചോദ്യം എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട്. ധ്യാൻ്റെ മറുപടി എന്താ? മറുപടി ഞാൻ വളരെ യാദൃശ്ചികമായിട്ട്, വളരെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് സിനിമയിൽ വന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ 2013 സമയത്തൊന്നും തന്നെ, അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള വീട്ടിലുള്ള ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സിനിമയോട് നിങ്ങൾക്കുള്ളത്ര അഭിനിവേശം പോലും എനിക്ക് ഇന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും നമ്മുടെ അഭിനയിക്കുന്ന സിനിമകളോട് എനിക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ വലിയ നടനാവണം, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത എനിക്ക് ഇല്ല. കാരണം എൻ്റെ ശ്രദ്ധയും അല്ലെങ്കിൽ ഞാൻ ആവാൻ ആഗ്രഹിച്ചതൊക്കെ തന്നെ സംവിധാനം, അതും സിനിമയിൽ വന്നതിന് ശേഷമാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 2011-12 കാലഘട്ടത്തിൽ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് എൻ്റെ ഇഷ്ടം മുഴുവൻ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ യാദൃശ്ചികമായ സിനിമയിലേക്ക് വരുന്നു, അഭിനയത്തിലേക്ക് വരുന്നു. അപ്പോൾ അഭിനയം എന്നെ ഇന്ന് വരെ മോഹിപ്പിച്ചിട്ടില്ല. ഒരു സിനിമ ചെയ്തിട്ട് നല്ല ആൾക്കാർ എൻ്റെ അഭിനയം നല്ലതാന്ന് പറയുമ്പോൾ എന്ത് തിരിച്ച് പറയണമെന്നും പോലും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള നിങ്ങളൊരു സിനിമയിൽ വിളിക്കുന്നു, ഓക്കെ, നിങ്ങളുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് എനിക്ക് എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഡയറക്ടറിന്റെ ആത്മാർത്ഥതയാണ് എൻ്റെ ആത്മാർത്ഥത. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ, നമ്മൾ ആ സിനിമയോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനോടൊപ്പം നിൽക്കും. അത് തന്നെയാണ് തിരിച്ച്. നിങ്ങൾക്ക് ഇത്രയേ വേണ്ടുവെങ്കിൽ
ഞാനും അതുപോലെ നിൽക്കാറുള്ളൂ. ഇതാണ് പലപ്പോഴും എൻ്റെ ഒരു അഭിനയത്തിന്റെ കാര്യത്തിൽ. ബിക്കോസ് എനിക്ക് അഭിനയത്തിനോട് നേരത്തെ പറഞ്ഞ അഭിനിവേശം ഇല്ലാത്തത് കൊണ്ടും ഒരു കരിയർ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടും എന്നോട് ഇപ്പോഴും പലപ്പോഴും പലരും പറയുന്നത് നന്നായി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമോ അതിന് വലിയ സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അറിയില്ല. ഓ സന്തോഷം, ഒരു മിനിമം സന്തോഷമുണ്ട്. അതല്ലാതെ എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല, എനിക്കത് ആ ഒരു ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ അഭിനയിക്കാനുണ്ടായ കുറെ കാരണങ്ങളുണ്ട്. കാരണങ്ങൾ 2020 ശേഷം യാദൃശ്ചികമായ സിനിമയിൽ വന്നു, കുറച്ചധികം 6-7 സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 2020 ശേഷം എൻ്റെ ചില ദുശീലങ്ങളൊക്കെ മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തുരിതുര സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും സിനിമകൾ വരാൻ തുടങ്ങി. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന സാധനം എന്റെ സിനിമകൾ, എനിക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യം. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്നെ വിളിച്ചില്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല, എന്നെ സിനിമയിലേക്ക് വിളിക്കണമെന്നോ അല്ല. കാരണം എനിക്ക് സിനിമയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ട് ഇനി മുന്നോട്ട്. അപ്പൊ ഞാൻ ഇതിനെ ഒരു ലേണിംഗ് ആയിട്ടും കൂടിയാണ് കാണുന്നത്. അഭിനയിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നില്ല. ഓക്കെ, ഇപ്പോഴും ഞാൻ അഭിനയിക്കുന്നതിന്റെ കാരണം എല്ലാ ദിവസവും നമുക്കൊരു അപ്ഡേഷൻ കിട്ടുന്നു, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ആണ്, ഒരു പഠനം നടക്കുന്നു. അപ്പം ഒരു ഡയറക്റ്റ് ചെയ്യാൻ ഒരു സിനിമ ചെയ്തതിനു ശേഷം പിന്നെ 2-3 വർഷം എടുക്കും അടുത്ത വലിയ സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പൊ ആ സമയം കളയണ്ട. കാരണം ഒരു ഓൾട്ടർനേറ്റ് ഒരു ജോലി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമകൾ വരുന്നുണ്ട്. പിന്നെ മെയിൻ സ്ട്രീമിലോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അവർക്കൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ കാരണം ആൾക്കാർക്കൊക്കെ നമ്മളെ ഇഷ്ടമാണെന്നൊക്കെ ഉള്ളൊരു പൊതുവേ ഇഷ്ടമുണ്ട് നമ്മളോട്. അച്ഛനോടുള്ള ഇഷ്ടം അത് നമുക്ക് കിട്ടി, കുറച്ചു കാലമായിട്ട് നമ്മളോടൊരു ഇഷ്ടമുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ ഒരു നല്ല സിനിമ വരുമ്പോൾ, ഇപ്പൊ ഉജ്ജ്വലൻ വന്ന പോലെ അല്ലെങ്കിൽ നല്ല സിനിമ വരുമ്പോൾ ആൾക്കാർക്ക് ഇവർക്കൊക്കെ അറിയാം നല്ല സിനിമ വന്നാൽ ഓടും, ഒരു സാധ്യതയുണ്ട്, തരക്കേടില്ലാതെ അഭിനയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് പലരും നമ്മളെടുത്ത് വരുന്നത്. ആ സിനിമ നല്ലതാണല്ലോ, കഥ നല്ലതാവണല്ലോ, അതിന്റെ എക്സിക്യൂഷൻ നല്ലതാണോ, ഓവറോൾ നന്നാവണല്ലോ. അല്ലാതെ ഞാൻ മാത്രം നന്നായിട്ട് കാര്യമില്ല, എൻ്റെ അഭിനയം മാത്രം നന്നായതുകൊണ്ട് ഒരു സിനിമ നിൽക്കണമെന്നില്ല. ഇപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഈ പഠനം, പിന്നെ നേരത്തെ എന്നോട് പറയാൻ ചോദിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സാധനം. ഞാൻ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് മലയാള സിനിമയിൽ, ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ്. ചില സിനിമകളിൽ ശമ്പളം കിട്ടാതെ പോയ സിനിമകളുണ്ട്, ചില സിനിമകളിൽ കുറെ സിനിമകളുണ്ട്, ചില സിനിമകൾ സൗഹൃദത്തിന്റെ പുറത്ത് വേണ്ടി മാത്രം പോയി അഭിനയിച്ച സിനിമകളുണ്ട്. കാരണം എനിക്ക് ഇതിനകത്ത് നിന്ന് വലിയൊരു സാമ്പത്തിക നേട്ടം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കുറെ സിനിമകൾ ചെയ്തു എന്ന അത്യാവശ്യം പൈസ ഉണ്ട്. ഇപ്പോൾ ഉള്ള പൈസയിൽ ഞാൻ വളരെ സംതൃപ്തനുമാണ്. ഇപ്പൊ ഉണ്ടാക്കി എനിക്കറിയില്ല എന്തിനാണ് കൂടുതൽ പൈസ വെച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞാൻ വളരെ സംതൃപ്തനാണ്. ഇനി മുന്നോട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡയറക്ഷനും പ്രൊഡക്ഷനും തന്നെയാണ്. ഇതിനൊരു ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു കുഞ്ഞ് ബ്രേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഈ അഭിനയത്തിനോട് ഒരു കുഞ്ഞ്, ഇപ്പോഴും ഒരു പുതിയൊരാൾ വന്നിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് പലരും. ചേട്ടാ ഒരു സിനിമ ഉണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പിറ്റേ ദിവസം പോയി ചെയ്തെന്നിരിക്കും. പക്ഷെ എൻ്റെ ആഗ്രഹവും എൻ്റെ അഭിനിവേശമൊക്കെ പ്രൊഡക്ഷനോട് അല്ലെങ്കിൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങണം, അല്ലെങ്കിൽ സ്വന്തം കമ്പനി, അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കമ്പനി, പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങാനൊരു പദ്ധതി ഇട്ട് അത് ചിലപ്പോൾ ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് വലിയ രീതിയിൽ. അപ്പൊ ഇനി മുന്നോട്ട്, കാരണം നമ്മളൊക്കെ അറിയുന്ന ശ്രീനിവാസന്റെ മകൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നെപ്പോ കിഡ്സ് ആണ് നമ്മളെല്ലാം ഞാൻ ഉൾപ്പെടെ കുറെ, എൻ്റെ ഏട്ടൻ ഉൾപ്പെടെ കുറെ പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ പലപ്പോഴും പരാതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചുളുവിലങ്ങ് കയറിപ്പോയി, ഇത്ര കഴിവുള്ള എത്ര പേര് പുറത്തുണ്ട്, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പൊ ഞാൻ ഈ കമ്പനി തുടങ്ങാന്നുള്ള ഉദ്ദേശം തന്നെ ഈ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് അല്ലെങ്കിൽ സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ല കഥകൾ ഉള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ തേടി കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഒരു ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ ഈ കമ്പനി നിലകൊള്ളും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ. കാരണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതൊരു ബിസിനസ്സാണ്, സിനിമ ഓടണം, നന്നാവണം, അതൊക്കെ ഉണ്ട് സെക്കൻഡറി. പക്ഷെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നമ്മൾ വൈഡായിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു ഓഡിഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ തപ്പിപ്പോകുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും ടാലന്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയും ടെക്നീഷ്യന്മാരെയും. അപ്പൊ ഈ കമ്പനി ഫോം ചെയ്ത് തന്നെ, ഈ കമ്പനി ഞാൻ പുറത്ത് 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പുറത്തേ പറഞ്ഞില്ല, ആദ്യമായിട്ട് ഇവിടെ പറയണം അച്ഛൻ്റെ ശ്രീനിവാസന്റെ പേരിലുള്ള കമ്പനി ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പറയാണ് അച്ഛൻ്റെ, കാരണം ആ ലെഗസി തുടർന്നും പോകണം. അപ്പൊ ഈ കമ്പനിയുടെ ഒറ്റ ഉദ്ദേശം, അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഒറ്റ ഉദ്ദേശം, ഇനി ഉള്ള യങ് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, കാരണം ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ, കാരണം നമ്മളൊരു പ്രായം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും, നമുക്ക് വേണ്ടത് പുതിയ കഥകളും ഈ പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള സിനിമകളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി പുറമേ ഉള്ള, അപ്പോൾ ആസ് എൻ അപ്പോക്കിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ
പറ്റാവുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ഇതിലൊരു കമ്പനി തുടങ്ങി അത് ഫ്ലറിഷ് ചെയ്യുക, അല്ലെങ്കിൽ അത് വലുതാക്കി അതിലൂടെ പുതിയ ജനറേഷനിലെ ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയൊക്കെ ആക്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇത് എല്ലാ കാലവും അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. ഓക്കെ, അതിൽ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനിടയിൽ എൻ്റെ അഭിനയമോ അല്ലെങ്കിൽ ഇതൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം എനിക്ക് അതിനോട് വലിയ, നേരത്തെ പറഞ്ഞ നല്ല സിനിമകൾ ഉണ്ടാവുക, അതിനിടെ വല്ലപ്പോഴും അഭിനയിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇനി ഈ ഓഗസ്റ്റ് തൊട്ടിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഈ പ്രൊഡക്ഷൻ കമ്പനീനെ അല്ലെങ്കിൽ ഇതിലൂടെ വരുന്ന ആസ് എ നെപ്പോക്കിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും കാലം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറെ പേര് വന്നിട്ട് അങ്ങ് ഭരിക്കുകയാണല്ലോ ഇൻഡസ്ട്രി, നെപ്പോക്കിറ്റ്സ് മാത്രമല്ല, അത് പോരാ, പുറമേയുള്ള ആൾക്കാർ വരണം. സിനിമ മോഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർക്ക് വേണ്ടി ഈ കമ്പനി നിലവുള്ളൂ. അച്ഛൻ്റെ അടുത്ത് കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ല, അച്ഛനോട് ചോദിക്കാതെ അച്ഛനും കൂടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ. അല്ല, അച്ഛനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റും അല്ലെങ്കിൽ ഇതിനൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. പുള്ളി അതിനെ വെൽക്കം ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അത് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും വളരെ പോസിറ്റീവായിട്ടും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഈ കമ്പനിയുടെ വിഷൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവതലമുറയിലുള്ള, കാരണം പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ, പുതിയ റൈറ്റേഴ്സ്, പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ നമ്മൾക്ക് മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സിനിമ ചെയ്യണമെന്നുണ്ട്, എല്ലാവരുമായിട്ട്. അപ്പൊ അതിന്റെ ചെറിയ തോതിൽ നമ്മൾ കഥകളൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ. ഇത് ഓഗസ്റ്റ് തൊട്ടിട്ട് നമ്മൾ വൈഡായിട്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട്, അല്ലെങ്കിൽ എല്ലാ നാനാഭാഗത്തും പോയിട്ട് വലിയ രീതിയിൽ ഓഡിഷൻസും കഥ കേൾക്കലും പരിപാടി ഞാൻ ഉൾപ്പെടെ ഇറങ്ങി നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. വൈഡാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം ഈ ഓഗസ്റ്റ് വരെ സിനിമകൾ വേറെ ഇല്ലേ, ചെയ്തു തീർക്കാനുണ്ടോ? എനിക്ക് ഒരു 3-4 സിനിമകളും കൂടെ ഉള്ളൂ. അത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല. തൽക്കാലം കൊടുത്തിട്ടില്ല. ഇടക്കുന്ന സുഹൃത്തുക്കളുടെ സുഹൃത്ത് വലയത്തിലെ സിനിമകൾ വന്നാൽ ചെയ്യും എന്നല്ലാതെ വേറെ തൽക്കാലം ഒന്നും പിടിച്ചിട്ടില്ല. ഇതൊരു വലിയൊരു ഇനീഷ്യേറ്റീവായിട്ടും, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് മലയാള സിനിമേനെ നമുക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആലോചിച്ചു. അത് പലരും പല ബാനറുകളും പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ഗ്രൂപ്പിനകത്തും അവർക്ക് പരിചയമുള്ള അവിടെ തീരുകയാണ്. അതൊരു ഗ്രൂപ്പിനകത്ത് തന്നെ ഒതുങ്ങുകയാണ്. അതിലൊതുങ്ങാതെ നമുക്ക് ഓപ്പണായിട്ട് ഒരു എന്താ പറയണ്ട, എല്ലാവർക്കും വന്ന് നിൽക്കാൻ പറ്റുന്ന ആ രീതിയിൽ ഈ ശ്രീനിവാസൻ ഫിലിം കമ്പനി അല്ലെങ്കിൽ ഈ കമ്പനി എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു കമ്പനിയായി മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നല്ലൊരു തീരുമാനമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ചാനലിലാണ് നമ്മളെ സൗഹൃദമാണല്ലോ, അതെല്ലാം പറയാനുള്ളത്. കേരളത്തില് എല്ലാ ജില്ലകളിലും പോയിട്ട് ഓഡീഷൻ നടത്തുവാന്ന് വരുമ്പോ വലിയ റിസ്ക് ആണ്. അത് ധ്യാനെ പോലുള്ള ആള് യാത്ര ചെയ്തു. അപ്പൊ അതിനകത്തൊരു ടീമും ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ടീം ഉണ്ടാവും. നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പൊ നമ്മളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഇപ്പൊ നമ്മൾ ടീംസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു എല്ലാ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ആദ്യത്തെ സിനിമ ഒരു വലിയ സിനിമയായിരിക്കും, അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ആദ്യത്തെ സിനിമ എപ്പോഴും വരും. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ലോങ് ടേം പ്ലാനാണ്. അപ്പോൾ എന്താ പറയണ്ടേ, അപ്പം ഞാൻ പറഞ്ഞല്ലേ, ചേട്ടൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് ബേസിൽ വന്നു അൽഫോൺസ് ചേട്ടൻ വരുന്നു, അല്ലെങ്കിൽ ചേട്ടൻ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അഭിനവ്, മുകുന്ദനുണ്ണിയുടെ ആൾ വന്നു, ജൂഡിനോട് മിഥുന് വന്നു. ഇതൊരു വലിയൊരു സൗഹൃദ വലയമാണ്. ഇതിൽ നിന്ന് ചേട്ടൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ വന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവരൊക്കെ പരിചിത വലയത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതല്ലാതെ ഇതിന്റെ പുറത്തോട്ട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് വഴി? ഇപ്പം പലരും എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു കഥ പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കഥ കേൾക്കുന്ന കൺട്രോളർമാർ വഴി, നമുക്ക് പരിചയമുള്ള കൺട്രോളർമാർ വഴിയാണ്. ചിലപ്പോൾ ഇവരുടെ കഥയൊക്കെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ പറയും, മോനെ ആദ്യം പോയിട്ട് നീ ഒരു കൺട്രോളറിനെതി, ഒരു പ്രൊഡക്ഷൻ എതി, ഇതൊക്കെ നമ്മൾ സ്വാഭാവികം പറയാം. പക്ഷെ ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെ ഒരു നല്ല കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് എന്താണെന്ന് അറിയാത്ത പലരും ഉണ്ട്. അപ്പൊ അത് എനിക്കറിയാവുന്ന വിളിക്കുന്ന ചിലവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ചിലവരുടെ കഥ നമുക്ക് കേൾക്കാൻ സമയമില്ലാതെ വരുമ്പോൾ നമ്മൾ ഇതാക്കാറുണ്ട്. പക്ഷെ ഇനി ഉള്ള കാലത്ത് നമുക്ക് വേണ്ടതും നല്ല കഥകളാണ്, നല്ല സിനിമകളാണ്, നല്ല എഴുത്തുകാരെയാണ്. അതൊരു എല്ലാ കാലവും മലയാള സിനിമ അനുഭവിച്ചിരുന്നൊരു ക്രൈസിസ് എന്ന് വെച്ചാൽ നല്ല കഥകൾ ഉണ്ടാവുക എന്നുള്ളത്. അത് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതുപോലത്തെ ശ്രീനിവാസനെ പോലത്തെയും ലോഹിദാസിനെ പോലത്തെ എഴുത്തുകാർ വീട്ടിലിരിപ്പുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ഒരു തുടക്കം കിട്ടാനോ അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് വരാനോ ഉള്ള മടിയുള്ള കുറേ പേരുണ്ടാവും. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറയാനോ അല്ലെങ്കിൽ ഉള്ളൊരു ചില മടീൻ്റെ പുറത്ത്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിച്ച് നമ്മളൊരു ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുമ്പോൾ പലരും വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച്
നമ്മളതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലസ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എൻ അഡ്വക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ വലിയ പ്രസക്തി ഉണ്ട്. കാരണം പലപ്പോഴും എന്നോട് ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിനകത്ത് സിനിമ ചെയ്യുന്നു, നിങ്ങളൊരു ആ ഗ്രൂപ്പും ഇല്ല, ഗ്രൂപ്പിസും ഇല്ല, ഒരു പരിപാടി ഇല്ല. ഇനി എല്ലാവരും വരട്ടെ, സിനിമ ആഗ്രഹിക്കുന്ന, സിനിമ സ്വപ്നം കാണുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ പാഷനേറ്റ് ആൾക്കാരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും എന്നുള്ളത്. ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു സംരംഭം വിജയിക്കട്ടെ. കൂടെ ഉണ്ടാവും യാത്രയിൽ 100%. എവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അവിടെ പ്രൊഡക്ഷന് ചായ കൊടുക്കാൻ പോലും പറഞ്ഞാലും നമ്മളുണ്ടാവും. കാരണം വെച്ചാൽ അത്രയും നിങ്ങളുടെ കമ്പനി ധ്യാനം ഇഷ്ടം, അച്ഛനെ ഇഷ്ടമാണ് എനിക്ക്. ആ കമ്പനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും കൂടെ ഉണ്ടാവും. എനിക്ക് ജീവനുള്ളത്ര കാലം, എനിക്ക് ആയുസ്സുള്ളത്ര കാലം കൂടെ ഉണ്ടാവും. ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. ആ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ, ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എത്രയോ സ്ഥലത്ത് പറയാൻ പറ്റുന്നു, പക്ഷെ എൻ്റെ അടുത്ത് ഇന്ന് രാത്രി ഇത് പറയണമെങ്കിൽ തന്നെ ഞാൻ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അത് അല്ലാതെ പറയില്ലല്ലോ. അല്ല, അത് എവിടെയെങ്കിലും പറയണം. ഇത് നമ്മുടെ തമ്മിലുള്ളൊരു സൗഹൃദം, നമ്മളിത് ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രേക്ഷകരിലേക്ക് പോകുന്നല്ലോ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പല പ്രസ് മീറ്റിലേക്ക് കാര്യങ്ങൾ ചോദിക്കണം, അടുത്തവിടെ ആരുടെ കൂടിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കാമെന്ന് പറയുന്നേ ഉള്ളൂ. ഞാൻ ആരുടെ കൂടി ആ സിനിമയെന്ന് ഞാൻ ചോദിക്കുന്നത്. വലിയ പടമായിരിക്കും എനിക്ക് മനസ്സിലായി. ഒത്തിരി ആളുകളുടെ താല്പര്യം ഉണ്ടായിരിക്കും. ലാലേട്ടനോട് സിനിമ ചെയ്യണമെന്നുണ്ട്, മമ്മൂക്കാടോട് സിനിമയുണ്ട്, ഇവർ രണ്ടുപേരും വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണല്ലോ, ധ്യാനം ആഗ്രഹമുള്ളതാണ്. അപ്പൊ അങ്ങനെ വലിയ പ്രൊജക്ട് തന്നെ നടക്കണം. ആദ്യം നമ്മൾ കൊച്ചിയിൽ വെച്ചല്ലേ ലോഞ്ചൊക്കെ നടത്തുന്നത്. പിന്നെ ദുബായിൽ ഒരെണ്ണം നടത്തണ്ട നമുക്ക്. എല്ലാ നമ്മൾ എവിടെയൊക്കെ നടത്തണം അവിടെയൊക്കെ നടത്തണം. അവിടെ ദുബായിൽ ചായ എടുക്കാനാണെങ്കിൽ വരാൻ ദുബായിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാ. എവിടെ വേണം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ, കാരണം ഇത്രയും കാലം സിനിമ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു ജീവിതത്തിൽ. അല്ലെങ്കിൽ എല്ലാ സിനിമയിൽ നിന്ന് ഉണ്ടായതാണ്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ സിനിമയും ഇൻഡസ്ട്രിയാണ്. അതിൽ സിനിമ ഓടാതെ പോകുന്നത്, എല്ലാ സിനിമയും ഓടണമെന്ന് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അവരുടെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും ഇതിൻ്റെയും പുറത്ത് തന്നെയാണ് നമ്മൾ പല സിനിമകളും ചെയ്തത്. അത് മോശമായി പോകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ട ചെറുപ്പക്കാരായിട്ട് വന്ന എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ വന്നവരാ. പക്ഷെ വീണുപോയി, പല ഘട്ടങ്ങളായിട്ട് സിനിമ വീണുപോയല്ലോ, അറിയാലോ. അപ്പം അവർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലേ, ഒരു സിനിമ മോശമായതുകൊണ്ട്, ആദ്യത്തെ സിനിമ മോശമായതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ പേടിച്ചിട്ട് ചിലപ്പോൾ അയാൾ രണ്ടാമത് നല്ലൊരു കഥയുണ്ടാവും, പിന്നീട് പക്ഷെ മുന്നോട്ട് വരാൻ അയാൾക്ക് പേടിയായിരിക്കും, ഭയമായിരിക്കും. അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ സിനിമ മോശമാവുകയും പക്ഷേ ടെക്നിക്കലി ഭയങ്കര കഴിവുള്ളതും പൊട്ടൻഷ്യലുള്ള കുറേ പേരുണ്ട്. സിനിമ ഓടാതെ പോവുകയും, അല്ലെങ്കിൽ സിനിമ നന്നായിട്ടും തിയേറ്ററിൽ ഓടാതെ പോയതുകൊണ്ട് രണ്ടാമത്തെ സിനിമ കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ കൂടെ നിർത്തും. അല്ലെങ്കിൽ അവർക്കൊക്കെ, കാരണം അങ്ങനെയുള്ള എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പ്ലസ് ഈ പറയുന്ന വൈഡായിട്ട്, കാരണം എന്ത് നമ്മൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ കുറേ മോശം സിനിമകൾ ആരും ചെയ്യണമെന്ന് വെച്ചല്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മോശം സിനിമകളുടെ ഭാഗമായി. മോശമായത് അതിൻ്റെ പലപ്പോഴും എൻ്റെ എക്സിക്യൂഷനിലും ചിലപ്പോൾ കഥയിലുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ കാരണമായിരിക്കും. പക്ഷെ ആരും മോശം സിനിമ ചെയ്യണമെന്ന് വെച്ചിട്ട് ആരും വരുന്നില്ല. ഇനി മുന്നോട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ, നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ കൂടെ നിർത്തുക എന്നുള്ളൊരു ചിന്ത ഗംഭീരമാണ്. അത് അങ്ങനെ തുടരട്ടെ. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിക്കാം. പൊതുവെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓടാറ്. അത് കുറേ നാളുകളുടെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഇൻ്റർവ്യൂ എടുക്കാൻ ആളുകൾ ക്യൂ ആണ്. ധ്യാൻ വരുന്ന ഈ സിനിമയാന്ന് പോലും വേണ്ട, ധ്യാനാണ് പങ്കാളി. ധ്യാൻ്റെ ഒരു പ്രസ് മീറ്റാണ്. ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ, മമ്മൂട്ടി കഴിഞ്ഞാൽ ധ്യാനാണ് ആളുകൾ കൂടുതൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നത്. കൂടുതൽ വരുന്നത് സോഷ്യൽ മീഡിയ കൂടുതൽ. അത് അവിടെ വന്ന് ചിരിയും കളിയും എന്ത് ഗൗരവമുണ്ടെങ്കിലും ചിരിച്ച് കളിച്ച് പോകുന്നു. അങ്ങനെ ഒരു മനഃപൂർവ്വം ആവുന്നതാണോ, സോഷ്യൽ മീഡിയക്ക് കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നതാണോ? അല്ല, ഒരിക്കലും സോഷ്യൽ മീഡിയ കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങളെ പോലത്തെ ഒരു ജീവിച്ചോട്ടെ എന്നാണോ ചോദിക്കണമല്ലോ. അല്ല, എനിക്ക് ഇതിൽ നിന്ന്, കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശസ്തി പോലും, അല്ലെങ്കിൽ സിനിമ നടനായി, അല്ലെങ്കിൽ ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ ജീവിതശൈലിയും അതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വന്ന നെപ്പോക്കിട്ട, അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കഷ്ടതകളും അതൊക്കെ, പട്ടിണി കിടന്നിട്ടുണ്ട്, പൈസ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ട് വന്ന നെപ്പോക്കിട്ട. സാധാരണ ഒരു നെപ്പോക്കിട്ടിന്റെ ലൈഫല്ല, അത്തരം പ്രിവിലേജുകളൊന്നും തന്നെ ഇല്ലാതെ വന്നതാണ്. പക്ഷെ സിനിമയിൽ വരാൻ നേരത്തെ പറഞ്ഞ പോലെ ഏട്ടൻ സഹായിച്ചതുകൊണ്ട് ഞാൻ എത്തിപ്പെട്ടു. അതിൽ എന്തൊരു നിയോഗം പോലെ സിനിമകൾ വന്നു. അതിനുശേഷം പെട്ടെന്നാണ് ഇങ്ങനൊരു ഇഷ്ടം ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെ ലഭിക്കുന്നത്. ഇതൊരു വേറെ തന്നെ ഒരു ഡിജിറ്റൽ
യുഗത്ത് ഇങ്ങനെ ഒരു സംഭവം അത്ഭുതമാണ്. ഞാൻ പറയാം, എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെ ഇത്രയും. അപ്പൊ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സംസാരവും നമ്മുടെ സംസാര ശൈലിയും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നും പറയുമ്പോഴേ, ഇപ്പൊ ഞാൻ ഹൈക്കനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളതും എനിക്ക് ഇതുള്ളതും ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂവിൽ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ എന്ന് പറയുന്ന സമയത്ത് എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ എനിക്ക് സുഹൃത്തിനെ പോലെ തന്നെയാണ്. നമ്മൾ ആരായാലും കാരണം എനിക്ക് അങ്ങനത്തെ ഒരാളെ പരിചയമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞൊരു ആളില്ല എനിക്ക്. നമ്മൾ വന്നിട്ട് ഒരു പരിചയപ്പെട്ടെന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് അയാളെൻ്റെ സുഹൃത്താണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്നോട് എന്ത് ചോദ്യം ചോദിക്കുന്നു അതിനുള്ള മറുപടിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടന്റായി മാറുകയാണ് ചെയ്തത്. പിന്നീട് അത് വീണ്ടും ആൾക്കാരിലേക്ക് എത്തുന്നു, ജനങ്ങളിലേക്ക് എത്തുന്നു, ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, സ്ട്രെസ് റിലീഫാന്ന് പറയുന്നതൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും എനിക്ക് ഒരു ബോധ്യമില്ല. അപ്പം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്കെന്ത് പറ്റുന്ന വെച്ചാൽ പലരും ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ഇത് അവരുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാകുമ്പോൾ എനിക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ തോന്നാറില്ല. കാരണം ഇതൊരു കണ്ടന്റിന് വേണ്ടി മാത്രമാകുമ്പോൾ അങ്ങനെ ഞാൻ സോളോ ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തി ഒരു സമയത്ത്. ഇപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് അല്ലാതെ ഞാൻ സോളോ അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ മാത്രമാക്കി. കാരണം എല്ലാവർക്കും ഒരു പോയിന്റ് കഴിഞ്ഞാൽ മടുപ്പ് വരും, സാച്ചുറേറ്റഡ് ആവും, നമുക്ക് മടുപ്പ് വരും. നമ്മളും ഇത്തരം ചോദ്യങ്ങളും കാര്യങ്ങളോട് നമുക്കൊക്കെ മടുപ്പ് വരും. നമുക്ക് വെറുപ്പോ ഇതൊന്നുമല്ല, മടുപ്പ് വരും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന, കാരണം ഈ കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ എനിക്ക് പല ആങ്കർമാരുമായിട്ടും പല ചാനലുകളായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ട്. എന്നാൽ പോലും അവരൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറയടാ ഇത് കുറേ ആയല്ലോ, നമുക്ക് മടുപ്പ് വരും. അല്ല ചേട്ടാ, ചേട്ടൻ ഇന്റർവ്യൂ ആണ്, ഇപ്പോഴും ആൾക്കാർ വെയിറ്റിംഗ് ആണ്, ചേട്ടൻ ഒന്ന് വന്ന. പക്ഷെ നമുക്ക് പേഴ്സണലി നമുക്ക് മടുപ്പ് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരാൾ വന്നിട്ട് എന്നോട് ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ചിരിക്കണോ സന്തോഷിക്കണോ എന്ന് പോലും അറിയില്ല. പക്ഷെ ചിലർ വന്നിട്ട് പറയും ഭയങ്കര സ്ട്രെസ് റിലീഫാണ് ഭയങ്കര എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. കാരണം എവിടെയൊക്കെയോ വേറൊരാളുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയൊക്കെയോ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ അവർക്ക് നമ്മൾ കാരണം ഒരു പുഞ്ചിരി ഉണ്ടാകാൻ പറ്റുന്ന, പുഞ്ചിരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു സന്തോഷം ഉണ്ടാകുന്ന അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊരു സിനിമ നല്ലതാണെന്ന് പറയുന്നതിനേക്കാളും സന്തോഷം സത്യം പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് ചിരിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ട് കമന്റ് എന്ന് വെച്ചാൽ ചേട്ടനെ കണ്ടാൽ ജീവിക്കാൻ തോന്നി ഒരാൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വേറൊരാൾ പോസ്റ്റ്മോർട്ടം പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഡിപ്രഷൻ ധ്യാനിന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട്, എനിക്കൊരു സിനിമ ഹിറ്റ് ആവുന്നതിനേക്കാളും സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റർവ്യൂ ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ ഇത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം പടർത്താൻ പറ്റുന്ന അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് എനിക്കിത് മടുപ്പായി. കാരണം ഇത് ഈ സാധനം വന്ന് പറഞ്ഞ് സാച്ചുറേറ്റഡ് ആയി. പിന്നെ ഒരു സുഹൃത്ത് വലയത്തിനകത്തും ചില സൗഹൃദങ്ങളുടെ എല്ലാം മറ്റേ പ്രസ് മീറ്റ് ഇവരൊക്കെ പരിചയമാണല്ലോ, അറിയാലോ. അങ്ങനെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം സംസാരിക്കാനും അല്ലെങ്കിൽ അവിടെ ഇടപഴകാനും ഇവരൊക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും ഒരു സൗഹൃദമുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ഞാൻ എൻജോയ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് പോകുന്നിടത്തോളം പോട്ടെ. ഇപ്പോഴത്തെ സാധനത്തിനകത്ത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്. അല്ലാത്ത ഇന്റർവ്യൂസ് വളരെ ചുരുക്കമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ലാസ്റ്റ് വന്ന ഇന്റർവ്യൂലൊക്കെ തന്നെ ജോലിയുടെ ഭാഗമായിട്ടും സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അല്ലാതെ ഞാൻ സോളോ ഇന്റർവ്യൂ എന്ന് പറയുന്ന പരിപാടി അല്ലെങ്കിൽ ഓഫ് ടോപ്പിക് ഇന്റർവ്യൂകൾ ഞാനിപ്പോൾ കൊടുക്കണില്ല. ഒന്ന് എനിക്ക് മടുപ്പുള്ളതുകൊണ്ട്. അപ്പൊ പക്ഷേ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ എന്തായിക്കോട്ടെ ഞാൻ എല്ലാ സിനിമയും പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ പോവാറുണ്ട്. അത് ചെയ്യാറുണ്ട്. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല, അലസനാണ് ധ്യാൻ. എനിക്ക് ഞാനൊരു അച്ഛൻ ഉള്ള സമയത്ത് അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ പൈസ തന്നിരുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ പൈസ അല്ല, അങ്ങനെയല്ല. ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഫാഷനും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഫാഷനും അന്നത്തെ ഇതൊക്കെ ഫോളോ ചെയ്ത് പോയിരുന്ന ആളാണ് ഞാൻ. പിന്നീട് എവിടെയൊക്കെയോ ജീവിതത്തിൽ എന്താ പറയണ്ടത്, ഇതിലൊന്നും കാര്യമില്ല എന്നും ഒക്കെ. ഇതിപ്പോൾ ഞാൻ വാച്ച് ഇടാറില്ല. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ട് ഒരു കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിന് പോയപ്പോൾ അവർ തന്ന ഷർട്ടാണ്. ഈ പാൻറ് ആരെയാണെന്ന് പോലും അറിഞ്ഞൂടാ. ഈ ചെരുപ്പ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന ഒരാളുടെ ചെരുപ്പ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട്. എനിക്ക് ഒരു സമയത്ത് വാഹനങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. കാരണം വീട്ടിൽ അച്ഛനത് വാങ്ങിച്ച് തരാത്തതുകൊണ്ട്. അപ്പൊ ആഗ്രഹിച്ചതൊക്കെ തന്നെ ഈ വണ്ടികളൊക്കെ വാങ്ങിച്ചു. ഇപ്പൊ അത് കാണുന്ന സമയത്ത് ഇപ്പൊ ഇത് എന്തിനാണ്, ഒരു മനുഷ്യന് ഒരു വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ. അതിപ്പോ ഏത് വണ്ടിയായാലും അവിടം വരെ എത്തിയാൽ മതി, സ്ഥലത്തെത്തിയാൽ മതി. ഇതിൽ പ്രത്യേകിച്ച് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ ഇതൊക്കെ എടുത്ത് തൂക്കി വിറ്റാലോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്.
അതെന്തെങ്കിലും പലർക്കും എന്തെങ്കിലും ഗുണമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാൻ സമ്പാദിക്കുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന പൈസയിൽ ഒരു ഇപ്പൊ നോക്കുമ്പോൾ എനിക്കൊരു മാസം ഇപ്പൊ ഒരു പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 60% പൈസ കടം കൊടുക്കുന്ന ആളാണ് ഞാൻ. അതിൽ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരും കടം കൊടുക്കുന്ന ആളാണ്. അതിൽ 10% പൈസയാണ് വീട്ടിലേക്ക് ചെലവിനും പരിപാടിക്ക് അയക്കുന്നത്. ബാക്കി 10% എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലുള്ള ചാരിറ്റിയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളാൽ കഴിയുന്ന. പറയേണ്ട കാര്യമില്ല, പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ള 10%-ത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെള്ളം, ബാക്കിയുള്ള ഒരു 10-15% നമുക്ക് വേണ്ടി. അപ്പം വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് എനിക്കൊന്നും അറിയില്ല. അപ്പൊ ആകെ ചെലവഴിക്കുന്നത് വല്ലപ്പോഴും പുറത്തു പോകും ഭക്ഷണം വാങ്ങിക്കാനും ഭക്ഷണം കഴിക്കാനും. ഇതല്ലാതെ എനിക്ക് ചെലവില്ല. അപ്പം ഉണ്ടാക്കുന്ന കിട്ടുന്ന പൈസ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, നമുക്ക് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ സ്ഥലത്തും പറഞ്ഞു, നമുക്ക് ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രം ചിന്തയുള്ളൂ. അത് മുന്നോട്ട് വലിയ രീതിയിൽ പണ്ട് ഞാൻ ഏട്ടൻ തുടങ്ങിയ സമയത്ത് സിനിമയിൽ തുടങ്ങിയ സമയത്ത് അന്ന് വേൾഡ് വിഷൻ എന്ന് പറഞ്ഞൊരു ഇതിന് വേണ്ടിയിട്ട് ഏട്ടൻ അന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും ഞാൻ ഏട്ടനെ കണ്ടു പിടിച്ചത്. കാരണം ഏട്ടൻ അന്ന് സമ്പാദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അന്ന് ഏട്ടൻ എല്ലാ മാസവും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇതിന്റെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചില കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പൈസ കൊടുത്തിരുന്നു. അതിൽ ആ കുട്ടി പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി മരണപ്പെട്ടു. പക്ഷെ ആ കുട്ടി എല്ലാ വർഷവും അവളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ പഠനം നിന്ന് പോയിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുക. അത് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുക. അപ്പൊ അതൊക്കെ ഞാനത് ഏട്ടന് ഒന്നുമില്ലാത്ത സമയത്ത് പോലും ചേട്ടൻ അത് ചെയ്തിരുന്നു. ഇതൊന്നും ഏട്ടൻ ആരോടും പറഞ്ഞു. ഞാനിത് കണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് കാർഡ് പോലെ ഈ കുട്ടിയുടെ ഇത് കാർഡ്സ് ഒക്കെ വരും. വെച്ചാൽ കുട്ടി വരച്ചതും പഠിച്ചതും കാര്യങ്ങളൊക്കെ ഈ കാർഡ്സ് ഒക്കെ വരും. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് വെച്ചാൽ ഏട്ടൻ എല്ലാ മാസവും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്, ഈ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, സേലത്തൊക്കെ ഉള്ളോട്ടുള്ള ഒരു ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ ഇന്ന് ഇതൊക്കെ അന്ധകാലത്ത് പുള്ളി ചെയ്യുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. അന്ന് പുള്ളിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 23-24 വയസ്സിലാണ് പുള്ളി ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പൊ അന്ന് നമ്മൾ കാണുന്നുണ്ട് അച്ഛൻ എത്രയോ വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാരെ, അച്ഛൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്ന ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പൊ എല്ലാ കാലവും നമ്മൾ വിചാരിക്കുന്ന ഒരു ആള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി എന്താ പറയണ്ടേ, ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ വാരി കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ 2 ആൾക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പൊ അത് ചെറുപ്പം മുതലേ കണ്ടു വളർന്നത് കൊണ്ട് തന്നെ കുറെ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്. കാരണം ഇപ്പൊ വീടുണ്ട്, ഇനി ഒരു പുതിയ വീട് പല സ്ഥലത്തും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. വീടുണ്ട്, ആ വീട്ടിലാണ് എനിക്ക് ഇഷ്ടം കിടക്കാൻ. എല്ലാ കാലവും ആ വീട്ടിൽ തന്നെ കിടക്കാൻ തന്നെയാണ് ഇഷ്ടം. ആ വീടും പോവാതിരുന്നാൽ മതി. അപ്പോ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരുന്നാൽ മതി. പിന്നീട് വാഹനം, നേരത്തെ പറഞ്ഞ പോലെ കുറെ വണ്ടിയൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ വണ്ടി എത്ര എന്തിനാണ് ആഡംബരം, നേരത്തെ പറഞ്ഞ പോലെ വേഷം ഇതിൽ ശ്രദ്ധിക്കാറില്ല. പിന്നെ എനിക്ക് എന്തിനാണ് കാശ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. കുറച്ച് വർഷങ്ങളായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. വാഹനങ്ങളൊക്കെ എടുത്ത് തൂക്കി വിറ്റാലെന്ന് തോന്നി. ബൈക്കുകളൊക്കെ കുറെ വണ്ടികളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തൂക്കി വിറ്റു. ഒരു എല്ലാം തന്നെ തൂക്കി വിറ്റു. അതിലുള്ള പൈസ വേറെ രീതിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്ത് നമ്മൾ ചെയ്യും ഇതൊക്കെ. അപ്പൊ എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ എൻ്റെ സുഹൃത്തിനോട് ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ പോയ ആത്മീയതയിലോട്ട് എല്ലാം വിട്ടെറിഞ്ഞ് ബുദ്ധന്റെ അവസ്ഥയായി പോകും. ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താണ് ജീവിതത്തിൽ സന്തോഷം എന്നറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചെയ്താലാണ്. കാരണം ഒരു വിജയം ഉണ്ടാകുമ്പോഴോ പരാജയം ഉണ്ടാകുമ്പോഴോ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എവിടെയോ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ ആകെ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഒക്കെ ചോദിച്ച പോലെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിട്ടോ നിങ്ങളുടെ ഇത് കണ്ടിട്ടോ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആ തരത്തിലെ കാര്യങ്ങൾ ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഇവിടെ ഇന്ന് വന്നു, ഇത് ഞാൻ ഇന്ന് വരാൻ കാരണം അറിയാമോ? നിങ്ങൾക്ക് സന്തോഷമാകുമല്ലോ എന്ന് വെച്ചിട്ട്. അല്ലേ? ഈ വൈകിയ വേളയിലും വൈകിട്ടുള്ള പരിപാടികളൊക്കെ കാരണം എനിക്ക് നിങ്ങളുള്ള സൗഹൃദത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടോന്ന് എനിക്ക് അറിയാവുന്നതാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അത് എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. മറ്റുള്ളവരെ സന്തോഷിക്കാൻ കഴിയുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ വലിയ ആളായി പോയല്ലോ. അങ്ങനെ സന്തോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഡ്രസ് രീതി ചോദിച്ചപ്പോൾ വൈഫ് പറയാറില്ല എടാ ഇങ്ങനെ ഡ്രസ് ഇതെന്താണ് ഇങ്ങനെ വൈഫ് ചോദിക്കില്ല ഒരിക്കലും. അതേപോലെ വളരെ സിമ്പിളാണ്. വൈഫിനെ ഞാൻ കണ്ടു, സിമ്പിൾ ആണ്. അതെ, അതുകൊണ്ട് ചോദിക്കാറില്ല. അങ്ങനെ എല്ലാം കൊണ്ട് സിമ്പിളായ മനുഷ്യനാണ് ധ്യാൻ. ആ ധ്യാൻ്റെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാലും സന്തോഷം. ഇനി ആ കമ്പനിയായിട്ട് മുന്നോട്ട് പോവാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്?
ഒരു നാൾ നമ്മളെല്ലാവരും എങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്, പരലോകത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി എൻ്റെ ഗംഭീര ചിന്ത, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അല്ല, ഇത് എന്റെ ചിന്താഗതി മാത്രമല്ല, ഇവിടുത്തെ ഒത്തിരി ആൾക്കാർക്കുണ്ട്. ഇവിടുത്തെ ബിൽഗേറ്റ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ അദ്ദേഹത്തിന്റെ പകുതിയോളം പൈസകൾ അദ്ദേഹം ചാരിറ്റി കൊടുത്തു. ഇതൊക്കെ നമുക്ക് ടാറ്റ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഇവരെയൊക്കെ നമ്മൾ ഐഡലൈസ് ചെയ്യാനുള്ള ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലൊന്നും ഇതൊക്കെ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഈ പറഞ്ഞ നമുക്കുള്ളത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വരുന്നത്, അല്ല നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായിട്ട് ആഡംബരം, നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം, ഇതൊക്കെ എല്ലാം ഞാൻ മറ്റേ തിലകം പറഞ്ഞ പോലെ ഞാൻ എല്ലാം ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ നാളെ മുതൽ ജെട്ടിയിൽ കാണേണ്ടി വരും. ഞാൻ ഒത്തിരി സന്തോഷം, എന്തായാലും എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ പ്രഷർ ലാപ്ടോപ്പ് വർക്കിംഗ് ആണ് പറയുവാണ്. നിങ്ങൾ കമന്റുകൾ എന്ത് കിട്ടും, പക്ഷെ കമന്റ് അല്ല, എനിക്ക് ഒരു സൗഹൃദമാണ് ഏറ്റവും വലുതെന്ന് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ധ്യാനം വേണ്ടി ഇത്രയും നേരം സമയം കഴിഞ്ഞ് ഉജ്ജ്വലൻ നന്നായിട്ട് പോകുന്നു. ഞാൻ അത് നമുക്ക് സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും പോകാൻ വേണ്ടി, സോഹനൊക്കെ ഇവിടെ നിൽക്കണാണ്, അവരെല്ലാവരും സിനിമയ്ക്ക് വേണ്ടി നോക്കും. കൊച്ചിയിൽ ഒരു സ്ഥലത്തും ടിക്കറ്റ് ഇല്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് അതിലുള്ള സന്തോഷമാണ് വരുന്നത്. അത് ധ്യാനം സംബന്ധിച്ചും എങ്ങനെയാ സന്തോഷിക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ നമുക്കൊക്കെ സന്തോഷമാണ്. എൻ്റെ സിനിമ നിങ്ങൾക്ക് സന്തോഷമില്ലേ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് മതി. അപ്പൊ ഒത്തിരി താങ്ക്സ്. താങ്ക് യു.